ഇനി നമ്മൾ പോകുന്നത് പാലക്കാട്ടേക്ക്. പാലക്കാട്ടെ രാഷ്ട്രീയം പല കാരണങ്ങൾ കൊണ്ടും കഴിഞ്ഞ കുറച്ചു നാളുകളായി തിളച്ചു മറിയുകയാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൽ എത്തി നിന്ന ആ രാഷ്ട്രീയ പോര് ഷാഫി പറമ്പിലിനെതിരായ CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ പ്രതികരണങ്ങളിൽ കത്തിക്കയറുന്നുണ്ട്. നോക്കാം ഇപ്പോഴത്തെ ആ പാലക്കാടൻ പോരിലേക്ക് ബൂമറാങ്ങോ? ഷാഫി പറമ്പിലിനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നാണ് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇന്നും പറഞ്ഞത്. അനാവശ്യമായി കോലിട്ടിളക്കിയാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും EN സുരേഷ് ബാബു ഭീഷണി മുഴക്കുന്നുണ്ട്. അതേസമയം ഈ പരാമർശം പാലക്കാട്ടെ CPIM നേതാക്കൾ ഏറ്റെടുത്തിട്ടില്ല. ആരോപണം കോൺഗ്രസ് പരിശോധിക്കട്ടെ എന്നാണ് NN കൃഷ്ണദാസ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞത്. വിഷയം ഏറ്റെടുക്കാതെ AK ബാലനും നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക്. ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ നിലനിൽക്കുന്നുണ്ട്. ഇനി കോൺഗ്രസ്സുകാർക്ക് പരാതി കൊടുക്കുകയോ നിയമപരമായി മുന്നോട്ട് പോവുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അനാവശ്യമായി കോലിട്ടിളക്കാൻ വന്നാൽ ഇതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് ആരായിരിക്കും നിങ്ങൾക്ക് മനസ്സിലായിക്കോ. അത് കോൺഗ്രസ് പാർട്ടിയാണ് പരിശോധിക്കേണ്ടത്. അവർ ആത്മപരിശോധന നടത്തട്ടെ. എങ്ങനെ ആ പാർട്ടി ഇത്രത്തോളം അധപ്പതിച്ചു പോയി, ഇത്രത്തോളം വലിയ ജീർണതയിൽ അവരെങ്ങനെ പെട്ടുപോയി, എങ്ങനെയാണ് ഈ ജീർണതയിൽ നിന്ന് അവരെ കരകയറ്റുക, ഇത് അവരാലോചിക്കട്ടെ. ആരോപണം പറഞ്ഞ ആൾക്കാർ തെളിയിക്കാൻ അവരുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടാവുമല്ലോ. ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതലൊന്നും അഭിപ്രായമുണ്ടോ? യെസ്, പാലക്കാട് നിന്ന് ഈ വാർത്തയുടെ വിശകലനങ്ങളുമായി അജിത്ത് ചേരുന്നുണ്ട്. അജിത്ത്, ഷാഫി പറമ്പിലിനെതിരായി EN സുരേഷ് ബാബുവിന്റെ അധിക്ഷേപ പരാമർശം ഏറ്റുപിടിക്കുന്നില്ല പാലക്കാട്ടെയും സംസ്ഥാനത്തെയും മറ്റ് CPI നേതാക്കൾ. എന്നാൽ ആരോപണത്തിൽ ഉറച്ചു നിൽപ്പുണ്ട് പാലക്കാട് ജില്ലാ സെക്രട്ടറി. ഷാഫി പറമ്പിലിനെതിരായ അധിക്ഷേപ പരാമർശം ഒരു രാഷ്ട്രീയ ആയുധമാക്കുകയാണ് മറുവശത്തെ കോൺഗ്രസ്. അപ്പോൾ ഈ പൊളിറ്റിക്സിന്റെ പോക്ക് എങ്ങോട്ടാണ് അജിത്ത്? സേതുലക്ഷ്മി, അതിൽ സംസ്ഥാന നേതൃത്വം ഈ കാര്യത്തിൽ CPIMന്റെ സംസ്ഥാന നേതൃത്വം ഈ കാര്യത്തിൽ ഒരു അതൃപ്തിയുണ്ട്. കാരണം സുരേഷ് ബാബു ഇപ്പോൾ ഈ ഇത്തരത്തിൽ അധിക്ഷേപകരമായ കാര്യങ്ങൾ പറഞ്ഞതോടുകൂടി സ്വാഭാവികമായും ഇപ്പോൾ ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉണ്ടായിരുന്ന ഫോക്കസ് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളൊരു അതൃപ്തി സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. സംസ്ഥാന നേതാക്കളൊക്കെ തന്നെയും പ്രതികരണം ആ നിലയ്ക്കാണ്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം, പ്രത്യേകിച്ച് NN കൃഷ്ണദാസാകട്ടെ, AK ബാലനാകട്ടെ, അതുപോലെ തന്നെ MV ഗോവിന്ദനാകട്ടെ, MP രാജേഷ് ആവട്ടെ, ഈ നേതാക്കൾ ഒന്നും തന്നെയും സുരേഷ് ബാബു പറഞ്ഞ ആരോപണങ്ങളെ കുറിച്ച് ഒരു വരി കൃത്യമായി മിണ്ടാൻ തയ്യാറായിട്ടില്ല. മറിച്ച് ഈ അധിക്ഷേപകരമായ പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിൽ അവരെല്ലാം പൊതുവായ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതിൽ ചില നേതാക്കൾ പ്രതികരിക്കാനേ തയ്യാറായില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും മുന്നിലുണ്ട്. അതായത് അധിക്ഷേപ പരാമർശങ്ങളെ കുറിച്ച് സുരേഷ് ബാബു ഇന്നും പഴയ കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ടെങ്കിലും താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞെങ്കിലും അതിനപ്പുറത്തേക്ക് ഈ വിഷയം ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് CPIM എത്തിയിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് ഈ നേതാക്കളുടെ പ്രതികരണമാകുകയും മാത്രമല്ല ഈ കാര്യത്തിൽ സുരേഷ് ബാബു തന്നെ ഇനി മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത തന്നെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ഇനി ആകെ ഇതിൽ സുരേഷ് ബാബു ഇന്ന് പറയാനുള്ളതെല്ലാം പറഞ്ഞു അവസാന വട്ടമായി കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നുള്ള ഒരു സമീപനം കൂടിയാണ് സുരേഷ് ബാബുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതേസമയം കോൺഗ്രസ് ഈ വിഷയം അഗ്രസീവായിട്ട് തന്നെ ടേക്കപ്പ് ചെയ്തിരിക്കുകയാണ്. സംസ്ഥാനത്തിൽ തലത്തിൽ കോൺഗ്രസ് ഈ വിഷയം സജീവമായി ഉന്നയിക്കുന്നു. അധിക്ഷേപ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നലെ VD സതീശനായിരുന്നു പ്രതികരിച്ചെങ്കിൽ ഇന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും എടുത്തു പറയേണ്ടത് 2 പരാതികൾ ഇന്ന് നൽകി. ആദ്യം ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറി പരാതി നൽകുകയായിരുന്നെങ്കിൽ രണ്ടാമത് ഉച്ചയോടുകൂടി പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി തന്നെ ഔദ്യോഗികമായി കോൺഗ്രസിന്റെ ലെറ്റർ പാഡിൽ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായി. അതായത് പൊളിറ്റിക്കലി ഈ വിഷയം കോൺഗ്രസ് ടേക്കപ്പ് ചെയ്യുകയാണ്. അത് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പാലക്കാട് DCC കാര്യത്തിൽ സജീവമായി ഇടപെടുന്നത്. കാരണം രാഹുൽ വിഷയത്തിൽ വലിയ പ്രതിരോധത്തിലായ കോൺഗ്രസ് നേതൃത്വത്തിന് ഇതൊരു ഈ വ്യക്തതയില്ലാത്ത ഒരു ആരോപണം, കൃത്യമായി അധിക്ഷേപകരമായ പരാമർശങ്ങളെ കൃത്യമായി ഉപയോഗിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. തീർച്ചയായും അജിത്ത്, അങ്ങനെ തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ അത് ഈ ഷാഫി പറമ്പിൽ വിഷയം ഉന്നയിച്ച് കുറച്ചും കൂടി വൈകാരികമായൊക്കെ ഏറ്റെടുത്ത് വീണ്ടും ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാനായിരിക്കും ഒരുപക്ഷെ ഈ ആരോപണത്തെ കോൺഗ്രസ് ഉപയോഗപ്പെടുത്തുക. വിശകലനങ്ങളൊക്കെ നടത്തുകയായിരുന്നു നമ്മുടെ അജിത്ത്. ഇനി